ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗണപതി നാരങ്ങ കൊണ്ടുള്ളൊരു ഇഞ്ചമ്പുളി കേട്ടോ. ചിലർ പുളിയിഞ്ചി പറയും, ചിലർ ഇഞ്ചമ്പുളി പറയും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക ഇഞ്ചമ്പുളി എന്നാണ്. അപ്പോൾ ഞാനിതൊരു സദ്യക്ക് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു മണ്ഡപത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ ഞാനത് പൊട്ടിച്ചതാട്ടോ. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഗണപതി നാരങ്ങ ഇതാണ് നമ്മൾ ഗണപതി നാരങ്ങ എന്ന് പറയാൻ പറഞ്ഞു. ഇത് സാധാരണ നാരങ്ങകൾ ആ കുരുകളൊക്കെ നന്നായി കളയണം കണ്ടാൽ. അപ്പോൾ ആ നാരങ്ങ നടു പൊളിച്ചിട്ട് കണ്ടോ. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുക്കണം. അപ്പോൾ ആ നടുവിൽ ആ കുരുകളുണ്ടല്ലോ, ആ കുരു ഉണ്ടെങ്കിൽ നല്ല കനപ്പാന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുരു കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. ആദ്യം തൊലി നല്ല കട്ടിയുള്ള തൊലി നല്ല കട്ടിയിൽ ചെത്തി കളയണം കേട്ടോ. അപ്പോൾ ഗണപതി നാരങ്ങ കൊണ്ട് അവർ പറഞ്ഞത് നമുക്ക് ഇഞ്ചമ്പുളി വേണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് അച്ചാർ വേണമെങ്കിൽ ഇടാം ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഞ്ചമ്പുളിയോടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇഞ്ചമ്പുളി വെക്കാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇഞ്ചമ്പുളി പോലെ വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിന് പുളി കുറവാണേ, പുളിയുടെ എന്തെയുള്ള പുളിയില്ലേ. അപ്പോൾ നമുക്ക് പുളിയൊക്കെ ഇട്ടുള്ള ചേർത്തുള്ള പുളിക്കറി പോലെ വെക്കാം കേട്ടോ. അപ്പോൾ അത് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓരോ പീസുകളാക്കി നുറുക്കി അതിൻ്റെ കുരുകൾ നന്നായി കളയാം കേട്ടോ. കുരു പറഞ്ഞില്ലേ, പെട്ട് കഴിഞ്ഞാൽ നല്ല കനപ്പുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കുരു നന്നായി കളഞ്ഞിട്ട് നമുക്ക് പീസുകളായി നുറുക്കിയിട്ട് ഇങ്ങനെ പീസുകളാക്കി നുറുക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം കേട്ടോ. ഒരു മറ്റേ വടുകപ്പുളിയുടെ എന്തെല്ലാം ഒരു വിലക്കുറവ്, ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ തോന്നുന്നത്. അത് നമ്മൾ സാധാരണ നാരങ്ങകളും ഇങ്ങനെ സോഫ്റ്റ് പോലെയാണ് ഇതിൻ്റെ ഈ നാരങ്ങ കേട്ടോ. അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നല്ല ഫ്രഷായ അപ്പം പൊട്ടിച്ച് കൊണ്ട് വന്ന നാരങ്ങ കേട്ടോ. അത് അരിയുമ്പോൾ ഒരു വാടി പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതങ്ങനെ അത്ര സാധാരണ ഈ ഗണപതി നാരങ്ങ ഒരു സോഫ്റ്റ് പോലെ അത്ര അതിൻ്റെ നാരങ്ങ പിടിക്കുമ്പോൾ. മറ്റേൻ്റെ ഒരു ഉറപ്പുള്ള നാരങ്ങയല്ല. അപ്പോൾ ഇതെല്ലാം നുറുക്കി കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ എടുത്തത് നുറുക്കി കഴിഞ്ഞു. അതിലേക്ക് ഒരു 3-5 വറ്റമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു 3-4 ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 3-5 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചമ്പുളി തയ്യാറാക്കല്ലേ. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി. അതിന് ആദ്യം തന്നെ നമ്മളൊരു കറിക്കായത്തിൻ്റെ പീസ് ഇട്ടിട്ട് വറുത്തെടുക്കുക. നന്നായി അപ്പോൾ കായ വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരുവിധം വറവ് കായ അതേ കണ്ട മൂത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിൽ നമുക്ക് ആ എണ്ണയിലേക്ക് കടുക് ഇടാം. ആദ്യം കടുക് ഒരുവിധം പൊട്ടി വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് വറ്റമുളക് ഇടാം. കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. പച്ചമുളക് അരിഞ്ഞ് വെച്ചില്ലേ, ഒരു 5-6 ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പച്ചമുളക് നമുക്ക് വാട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് വാടി കിട്ടട്ടെ, മുളകൊക്കെ നന്നായി ഒന്ന് വാടി കിട്ടട്ടെ. ആ ഇഞ്ചിയും ചേർക്കുക അതിൻ്റെ ഒപ്പം. ഇഞ്ചി കുറച്ച് ഒരു 3-4 ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞതുണ്ട് കേട്ടോ ഇഞ്ചി. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായി വാടി എണ്ണയിൽ കിടന്ന് വാടട്ടെ കേട്ടോ. വാടി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ഇഞ്ചിക്കൊക്കെ. അപ്പോൾ നന്നായി ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം മതി കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക 1 ടീസ്പൂണോളം, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് 1.5 ടീസ്പൂൺ ചേർക്കണം കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി ഇളക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അതിൻ്റെ മുളക് കൂത്തൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സാക്കി ഇളക്കിയിട്ട് ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വാടിയിട്ടിട്ടാ. വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഗണപതി നാരങ്ങയില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഒന്ന് കുറച്ചൊരു 5 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്തിനാ വെച്ചാൽ ഗണപതി നാരങ്ങ ഒന്ന് വാടി കിട്ടാൻ നല്ലതാണ് കേട്ടോ. വാടി കിട്ടിയിട്ട് വേണം നമുക്ക് അതിലേക്ക് പുളി. നമ്മളൊരു 2-3 ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 നാരങ്ങയുടെ വലുപ്പത്തോളം എന്ന് പറഞ്ഞ പോലെ കൈൻ്റെ ഉള്ളിൽ ഒരു ഒതുങ്ങുന്ന തരത്തിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കേട്ടോ. ഞാൻ മുന്നേ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി നന്നായി മിക്സായിട്ട് ഒന്ന് ഇതായി കുതിർന്ന് കിട്ടിയിട്ടിട്ട് അത് നമുക്ക് അതിലേക്ക് ഇനി ഇതൊന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ, നാരങ്ങ ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ അതൊന്ന് കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ പുളി. ഒരു 2-3 ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഞാൻ എടുത്തുള്ളത്, അത് കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് പുളി പിഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നാരങ്ങ ഒന്ന് വാടിയപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ആ പുളി പിഴിഞ്ഞ് വീത്തിയത് അതിൽ കിടന്ന് തിളച്ചൊന്ന് കുറുകട്ടെ കേട്ടോ. നമ്മുടെ നാരങ്ങയും ഒക്കെ കൂടി ഒന്ന് കുറുകി വേവട്ടെ, വറ്റണം ഒന്ന് നന്നായി. കുറുകിയ പോലെ ആകുമ്പോൾ നമുക്ക് ഇറക്കാവും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു വിധം വറ്റി വന്നപ്പോൾ ശർക്കര അതിൽ ചേർത്ത് വിട്ടോ. അപ്പോൾ 4 അച്ച് ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ, വേഗം അലിയാൻ വേണ്ടി.
ഇനി ശർക്കര പുളിയിൽ തിളച്ച വെള്ളം ഇതല്ലേ പുളിയല്ല, അതിൽ കിടന്ന് നന്നായി ഒന്ന് ഉരുകി കിട്ടട്ടെ കേട്ടോ. വേഗം ഉരുകിക്കോളും, തിളച്ചതല്ലേ. അപ്പോൾ ആ ചൂടോട് കൂടി നന്നായി ഉരുകി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കയ്യിലോണ്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ ശർക്കര ഉരുകി വേഗം കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ തിളച്ച് മറിഞ്ഞ് എല്ലാം കൂടി ഉരുകി ഇതായിട്ട് കേട്ടോ. ഇനി നന്നായി വറ്റി വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ കണ്ട ഇഞ്ചമ്പുളി നന്നായി വറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കായം പൊടിച്ച് ചേർത്തു കേട്ടോ. കായത്തിൻ്റെ മണം നല്ല രസം ഉണ്ടാവും കേട്ടോ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കായം ചേർത്തിട്ട് ഒരുവിധം വറ്റിൻ്റെ ഇനി നമുക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് പകർത്താട്ടോ. അത് കണ്ട ഒരു ബൗളിൽ പകർത്തി വയ്ക്കുക നമുക്ക് ചൂടാറാനായിട്ട്. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ടാ. അപ്പോൾ അത് ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുക. ശർക്കരയൊക്കെ ചേർത്തപ്പോഴേ പുളിക്കൊക്കെ ഒരു ഒതുക്കായി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കുരുവൊക്കെ മാറ്റി ചെയ്തോളൂ കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കനപ്പ് വരും ഇഞ്ചമ്പുളിക്ക്. അപ്പോൾ ഗണപതി നാരങ്ങ കൊണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബായ്.